sheets. ഡിസൈൻ കോർണറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്റീരിയർ ഡിസൈനിങ് ഏറെ പുതുമകളും സാധ്യതകളും നിറഞ്ഞ ഒരു മേഖലയാണ് ഫ്ലോറിംഗ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിചയപ്പെട്ടത് നാച്ചുറൽ മെറ്റീരിയലിനെ പറ്റിയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നാച്ചുറൽ മെറ്റീരിയലായ ഗ്രാനൈറ്റും കൂടാതെ ഒട്ടും നാച്ചുറൽ അല്ലാത്ത ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റുമാണ്, അഥവാ സ്റ്റെല്ലാർ. ആദ്യം പ്രകൃതിദത്ത മെറ്റീരിയലായ ഗ്രാനൈറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. തറ ഒരുക്കാൻ ഉപയോഗിക്കുന്ന നാച്ചുറൽ മെറ്റീരിയൽ ഏറ്റവും ഈടും ഉറപ്പുള്ളതാണ് ഗ്രാനൈറ്റ്. അതുകൊണ്ട് തന്നെ ഇത് റെഫ്യൂസിന് നല്ലതാണ്. ഓറൽ വീഴാനും കറ പിടിക്കാനുള്ള സാധ്യത ഗ്രാനൈറ്റിന് വളരെ കുറവാണെന്ന് തന്നെ പറയാം. തറയിൽ വിരിച്ചതിന് ശേഷം ഇത് ഗ്രൈൻഡ് ചെയ്യലോ പോളിഷ് ചെയ്യലോ ഇവിടെ ആവശ്യമില്ല. അതിനുശേഷം വേണമെങ്കിൽ ലാസ്റ്റായിട്ടൊന്ന് ബഫ് ചെയ്താൽ മാത്രം മതിയാകും. ഗ്രാനൈറ്റിൻ്റെ കനമെന്ന് പറഞ്ഞാൽ 16 mm തൊട്ട് 20 mm വരെയാണ്. ഇത് ടൈലിൻ്റെ സൈസിലും ഇത് കിട്ടുന്നുണ്ട്. കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, ഗ്രേ എന്നീ നിറങ്ങളിലാണ് ഗ്രാനൈറ്റ് ലഭ്യമാകുന്നത്. കൂടാതെ ഇളം നിറങ്ങളിലെ ഗ്രാനൈറ്റും ലഭ്യമാണ്. ഗ്ലോസി, ഫ്ലെയിംഡ്, ബ്രഷ്ഡ്, ലെതർ എന്നീ ഫിനിഷിങ്ങിലുള്ള ഗ്രാനൈറ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. തിളക്കമാർന്ന പ്രതലത്തോടു കൂടിയ ഫിനിഷിംഗാണ് ഗ്ലോസി ഫിനിഷിംഗ്. ഫ്ലെയിം ഫിനിഷിംഗ് പരിക്കൻ പ്രതലത്തോടു കൂടിയതാണ്. തെന്നി വീഴാൻ സാധ്യതയുള്ള കിച്ചൺ, വരാന്ത എന്നീ സ്ഥലങ്ങളിലാണ് ഫ്ലെയിംഡ് ഗ്രാനൈറ്റ് ഉപയോഗിക്കുന്നത്. ഗ്രാനൈറ്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഗ്രാനൈറ്റിൻ്റെ വിലയിലും ഗുണനിലവാരത്തിനും ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുണ്ട്. ചില ഗ്രാനൈറ്റുകൾക്ക് വെള്ളം അബ്സോർവ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധൻ്റെ സഹായത്തോടെ തന്നെയായിരിക്കണം ഗ്രാനൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കിച്ചൺ ടോപ്പിന് ഗ്രാനൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കിച്ചൺ ടോപ്പിന് ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റിന് പുറത്ത് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടായിരിക്കും. ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് നമ്മളൽപ്പം പൗഡർ എന്തെങ്കിലും ഇട്ട് അതൊന്ന് സ്മൂത്തായിട്ട് ഉരച്ചിട്ട് തൂത്ത് കളഞ്ഞാൽ ഈ സുഷിരങ്ങളിൽ ആ പൗഡർ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്തരത്തിൽ സുഷിരങ്ങളുള്ള ഗ്രാനൈറ്റുകൾ കൗണ്ടർ ടോപ്പിന് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് വശത്തായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ എന്നിവ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഗ്രാനൈറ്റ് എടുക്കുവാനായിട്ട്. മാർബിളിൽ ഉണ്ടാകുന്ന പോലെ തന്നെ വയറിൻ്റെ പ്രശ്നം ഗ്രാനൈറ്റിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരത്തിൽ കാണുന്ന രീതിയിലുള്ള വയറാണ് ഇവിടെ സംഭവിക്കുന്നത്. പാറയ്ക്കുള്ളിലൂടെ വെള്ളമിറങ്ങി അവിടെ വളരെ സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും വെയിറ്റോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം അവിടെ പരിക്കൻ സെറ്റ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് വേണം ആ ഭാഗം സെറ്റ് ചെയ്ത് പോകാനായിട്ട്. ഇനി ഗ്രാനൈറ്റ് വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. മാർബിൾ വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഗ്രാനൈറ്റ് വിരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സാൻഡ്വിച്ച് രീതിയിലാണ് ഇവിടെ ഗ്രാനൈറ്റ് വിരിക്കേണ്ടത്. ആദ്യം കോൺക്രീറ്റ്, അതിൻ്റെ പുറത്ത് ഗ്രൗട്ട്, അതിൻ്റെ പുറത്ത് നനവ് കുറഞ്ഞ പരിക്കൻ, വീണ്ടും ഗ്രൗട്ട്, അതിൻ്റെ പുറത്താണ് ഗ്രാനൈറ്റ് വിരിക്കേണ്ടത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഗ്രൗട്ട് നമുക്ക് വൈറ്റ് സിമെൻറ്റിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഗ്രാനൈറ്റിൻ്റെ ജോയിൻറ്റിൽ ഒന്നുകിൽ ജോയിൻറ്റ് ഫില്ലർ അല്ലെങ്കിൽ അപ്പോക്സിയും ചെയ്യാവുന്നതാണ്. ഗ്രാനൈറ്റിന് ചതുരശ്ര അടിക്ക് 100 രൂപ തൊട്ട് 600 രൂപ വരെ വിലയുണ്ട്. കൂടാതെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റിന് 400 രൂപയ്ക്ക് മുകളിലായിട്ടാണ് വിലയുള്ളത്. ഇനി നമുക്ക് ഒട്ടും നാച്ചുറൽ അല്ലാത്ത ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് അഥവാ സ്റ്റെല്ലാറിനെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. ആകർഷകമായ നിറങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കത്തോടുകൂടി ഈ സമീപകാലത്ത് വന്നിറങ്ങിയ മെറ്റീരിയലാണ് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ്. സ്റ്റെല്ലാർ എന്നറിയപ്പെടുന്ന ഈ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് നിർമ്മിക്കുന്നത് മൊസൈക്ക് ചിപ്സും അമേരിക്കൻ ഡയമണ്ട് ചിപ്സും ചേർത്താണ്. കടും നിറങ്ങളിലും ഇളം നിറങ്ങളിലും ഒരുപാട് വർണ്ണങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് നമുക്ക് ലഭ്യമാണ്. കൂടാതെ ഒരുപാട് ഏരിയ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. ഒരേ നിറത്തിൽ തന്നെ ഒരേ ഡിസൈനിൽ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും ഇത് നമുക്ക് ലഭിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് പോളിഷ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അമേരിക്കൻ ഡയമണ്ട് വെട്ടിത്തിളക്കവും നിറങ്ങളുടെ വൈവിധ്യവുമാണ് സ്റ്റെല്ലാറിനെ ആകർഷകമാക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റിന് കൂടുതൽ ഭംഗി തോന്നാൻ കാരണം ഇതിലടങ്ങിയിരിക്കുന്ന അമേരിക്കൻ ഡയമണ്ട്സിൻ്റെ പ്രത്യേകതയാണ്. ഇതിൽ വെളിച്ചം വീഴുമ്പോൾ ഇത് നന്നായി പ്രകാശിക്കും. 12 mm തൊട്ട് 18 mm വരെയാണ് ഇതിൻ്റെ കനം. ടൈൽ വലിപ്പത്തിലും 8x4, 10x4 എന്ന സൈസിലുമാണ് ഇത് ലഭ്യമാകുന്നത്. വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത സ്റ്റെല്ലാറിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഏതെങ്കിലും ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഭാഗത്തായിരിക്കും സ്റ്റെല്ലാർ ഡിസൈൻ ചെയ്യുന്നത് നല്ലത്. ഇന്ന് മാർക്കറ്റിൽ സ്ക്വയർ ഫീറ്റിന് 400 രൂപയ്ക്ക് മുകളിലാണ് സ്റ്റെല്ലാർ കിട്ടുന്നത്. ഫ്ലോറിംഗ് മനോഹരമാക്കുവാൻ ഒരുപാട് മെറ്റീരിയലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് അടുത്തയാഴ്ച മറ്റൊരു ഡിസൈനുമായി മറ്റൊരു മെറ്റീരിയലുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി.